റേഡിയോയിൽ പാടാനായിട്ട് പോയ ഒരു പെൺകുട്ടിയും അവളുടെ അനിയനെയും കാണാനില്ല. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം അവരുടെ ബോഡി ഒരു കാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആരാണ് ഇവരെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയത്? 17 മുറിവുകളാണ് അവരുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത്. അത് വലിയ ആഴത്തിൽ. ഈ ഒരു അനിയനെയും ചേച്ചിയെയും കൊന്നവൻ ആരാണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു വെബ് സീരീസ് ആണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. 2026 റിലീസായ റാഗ് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ആണ്. ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ അതിന്റെ റീൽസ് ഒക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം എന്ന് ഞാൻ പറയും. കാരണം അത് കാണുന്നത് നമുക്ക് വർത്ത് ആയിരിക്കും. അപ്പൊ എന്തായാലും അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ നമ്മളുടെ ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ ആയിട്ട് സുമനയാണ് കാണിക്കുന്നത്. അവള് 16 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ടൈം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ അനിയനെയാണ് അവള് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അനിയനാന്ന് വെച്ചാല് ഒരു കൂസലും ഇല്ലാതെ ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിച്ചിട്ട് നേരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ചേച്ചിയെ കണ്ടതും അവൻ ഓടി ചേച്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളും അപ്പോ നേരം വഴുകി, നിന്നോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് അവനെ വലിച്ചോണ്ട് പോവാണ്. കാരണം വീട്ടിലേക്ക് പോവാനുള്ള ലാസ്റ്റ് ബസ്സും പോകുന്നുള്ളത് അവർക്ക് ഉറപ്പായി. അവര് ഓടി എത്തുമ്പോഴേക്കും ആ ഒരു ലാസ്റ്റ് ബസ് അവരെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി വീട്ടിലേക്ക് പോകാനായിട്ട് ആകെ ലിഫ്റ്റ് അടിച്ച് പോകാൻ മാത്രമേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. സുമൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. അവൾക്കെന്ന് 4:30 വീട്ടിൽ ചെന്നതിന് ശേഷമാണ് റേഡിയോ സ്റ്റേഷനിൽ പാടാനായിട്ട് പോകാൻ പറ്റുള്ളായിരുന്നു. അവള് ഫസ്റ്റ് ടൈം ആണ് റേഡിയോയിൽ പാടാനായിട്ട് പോകുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് അവൾക്ക് ഉണ്ടായിരുന്നു. തന്റെ അനിയൻ കാരനാണല്ലോ നേരം വൈകിയത്. അതുകൊണ്ട് തന്നെ അവള് അനിയനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. ഇപ്പൊ വഴി കൂടെ പോകുന്ന വണ്ടികൾക്കെല്ലാം കൈ കാട്ടി സുമൻ ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരാളും തന്നെ നിർത്തുന്നുണ്ടായിരുന്നില്ല. സുമന്റെ ഈ ഒരു ടെൻഷൻ കണ്ടിട്ട് അനിയൻ സാഹിൽ പറയുന്നുണ്ട്, ചേച്ചി ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കറക്റ്റ് സമയത്ത് നമുക്ക് എത്താമെന്ന്. അങ്ങനെ അവള് ലിഫ്റ്റ് ചോദിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ കാറ് നിർത്തുന്നുണ്ട്. അവർ ആ ഒരു കാറിൽ കയറ്റി അവരെ കറക്റ്റ് വീട്ടിലും കൊണ്ടുപോയി ആക്കാണ്. അങ്ങനെ വീട്ടിൽ വന്നവരും ഡ്രസ്സ് മാറുന്നുണ്ട്. സാഹിൽ ഇപ്പൊ ഫ്രിഡ്ജ് തുറന്ന് ആ ഒരു തണുപ്പ് ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണെന്ന് തോന്നുന്നു. അത് മാത്രല്ല കാര്യം, ആ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് കഴിക്കാനുള്ള പുറപ്പാടാണ്. എന്നാൽ അത് കൂളായിട്ടില്ല. നമ്മൾ പോയി വരുമ്പോഴേക്കും അത് കൂളാവും. നീ അതൊന്ന് അടച്ചിടാനായിട്ട് സുമൻ പറയുന്നുണ്ട്. അത് കേട്ട് അവനും അത് അടച്ചിടാണ്. ഈ ഫ്രിഡ്ജ് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട് മൊത്തം തണുത്ത് വിറങ്ങലിച്ചിരിക്കൂലേന്ന് അവനൊരു മണ്ടബുദ്ധരം പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവര് ചെറിയ ഫൈറ്റ് ആവുന്നുണ്ട്. ഇതിനിടക്ക് അവരുടെ അമ്മ മോനെ അവിടേക്ക് വരാണ്. സുമൻ ഇപ്പൊ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളുടെ കമ്മല് നോക്കിയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ അവൾക്ക് പുതിയതായിട്ട് ഒരു സ്വർണ്ണ കമ്മല് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സന്തോഷത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കാണ്. സംഭവം എന്താന്ന് വെച്ചാൽ സുമൻ ഇപ്പൊ പാടാനായിട്ട് പോവല്ലേ, അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ. സാഹിലിനോട് ഇതിന്റെ ഇടയ്ക്ക് ചേച്ചിയുടെ കൂടെ പോകുന്ന കാര്യം പറയുമ്പോ എല്ലാത്തിനും എന്തിനാ ഞാൻ ഇവളുടെ കൂടെ പോകുന്നതെന്നാണ് സാഹിൽ ചോദിക്കുന്നത്. അവളും പറയുന്നുണ്ട്, എന്തിനാ എനിക്കൊരു ബോഡി ഗാർഡ്, എനിക്കൊരു ബോഡി ഗാർഡിന്റെ ആവശ്യമൊന്നുമില്ലാന്ന്. അമ്മ അപ്പൊ പറയുന്നത്, നിനക്കല്ല ബോഡി ഗാർഡ്, അവനക്കൊരു ബോഡി ഗാർഡ് വേണ്ടേ, അത് നീയാണ്. രണ്ടുപേരും ഒന്നിച്ചു പോയാൽ മതി, വേഗം വായോ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് മക്കളെ സന്തോഷത്തോടുകൂടി മോന യാത്രയാക്കാണ്. അന്ന് രാത്രി അശോകാന്ന് വെച്ചാൽ തന്റെ ബന്ധുക്കൾക്കൊക്കെ വിളിച്ചു പറയുന്നുണ്ട് തന്റെ മകള് 7:30 ഷോയില് പാട്ട് പാടുന്നുണ്ടെന്ന്. എന്നിട്ട് സന്തോഷത്തോടുകൂടി അവർ ആ ഒരു പാട്ട് കേൾക്കാനായി വന്നിരിക്കുന്നുണ്ട്. പക്ഷെ ദീപ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് 7:30 ഷോയില് പാട്ട് പാടുന്നത്. അശോകിന് കാര്യം മനസ്സിലാവുന്നില്ല. ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് തന്നെ സുമൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും എന്നാണ് അവര് കരുതുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അശോകും വണ്ടിയെടുത്ത് റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പാട്ട് പാടിയ കുട്ടി ദീപ അവിടെ ഉണ്ടായിരുന്നു. അവളോട് സുമന്റെയും സാഹിലിനെയും പറ്റി ചോദിക്കുമ്പോ 7:30 വരെ അവര് വെയിറ്റ് ചെയ്തു. അതുവരെ അവളെ കാണാത്തോണ്ടാണ് ദീപ പാടിയതെന്ന് പറയാണ്. അതായത് ആ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് സുമനും സാഹിലും വന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ കയറി അന്വേഷിക്കാന്ന് വിചാരിച്ചാല് അപ്പോഴേക്കും അവിടുത്തെ ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ദീപ അവളുടെ അച്ഛൻ വന്നോണ്ട് തന്നെ വീട്ടിലേക്ക് പോവാണ്. അശോകും തന്റെ ഭാര്യയെ വിളിച്ചോണ്ട് മക്കള് വീട്ടിലെത്തിയോന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ കൂടെ എല്ലാവരും വരുള്ളൂ, അവരെങ്ങനെ നേരത്തെ എത്താ, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അവരവിടെ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഭാര്യയോട് അവൻ പറയുന്നുണ്ട്. മോനെ ഇപ്പോ സാഹിലിന്റെ ഫ്രണ്ട്സിനും സുമന്റെ ഫ്രണ്ട്സിനും ഒക്കെ വിളിച്ചിട്ട് അവരവിടെ ഉണ്ടോന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അശോക് ഇപ്പൊ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ 2 മക്കൾക്ക് വേണ്ടി. അവിടെ സീൻ കട്ട് ചെയ്ത് നേരെ 8 ദിവസം മുന്നേ നടന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കഥയിലെ മെയിൻ വില്ലന്മാരായിട്ടുള്ള രാജുവയെയും ബാബുവിനെയും കാണിക്കുന്നുണ്ട്. അവരൊരു ഒന്നാന്തരം കള്ളന്മാരാണ്. വലിയ കള്ളന്മാരൊന്നും അല്ല, ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നവര്. അങ്ങനെ തിയേറ്ററിൽ വെച്ച് ഒരു കാശിക്കാരൻ എന്ന് തോന്നുന്ന ഒരാളെ ഒരു നോട്ടിടുന്നുണ്ട്. ആ ഒരു കാശിക്കാരൻ, അതായത് ആ ഒരു റിച്ച് മാൻ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഇവരും പിന്നാലെ പോയി അയാളെ അടിച്ച് പൈസ മോഷ്ടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴേക്കും അയാളുടെ ഗേൾ ഫ്രണ്ട് വന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അവൾ ഒച്ചെടുക്കാണ്. സെക്യൂരിറ്റിയെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. രാജു അവന്റെ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിലാകെ 6 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കിട്ടിയതായി എന്ന് വിചാരിച്ച അയാളെ കോട്ട് കൊടുത്ത് അവരവിടെ നിന്ന് പോകാണ്. ഇപ്പൊ സെക്യൂരിറ്റി വരുന്നുണ്ട്. സെക്യൂരിറ്റിയെ അടിച്ചിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഒരു പ്രായമുള്ള മനുഷ്യൻ കുറച്ച് ഫുഡും ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അയാള് SI ജയപ്രകാശിന്റെ അച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോലീസുകാരും അയാൾക്ക് നല്ല ബഹുമാനം തന്നെയാണ് കൊടുക്കുന്നത്. ജയപ്രകാശ് ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അയാൾ ഇപ്പൊ എന്തോ എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ അവൻ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനൊന്നും പോവാറില്ല. അതുകൊണ്ട് വിഷമിച്ചിട്ടാണ് ഇപ്പോ അച്ഛൻ തന്റെ മകനിക്കും ബാക്കിയുള്ള ഓഫീസേഴ്സിനും ഒക്കെ അവിടെ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ജയപ്രകാശിന് അത് വേണമെന്നൊന്നുമില്ല. പക്ഷെ അച്ഛൻ തന്നതല്ലേ, അത് നിരസിക്കാതെ എല്ലാരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ അച്ഛൻ ഓൾറെഡി പോലീസുകാരനായിരുന്നു, റിട്ടയർ ആയതാണ്. നീ എന്നാണോ വീട്ടിലേക്ക് വരുന്നത് അന്ന് ഞാൻ ഈ ഒരു ഫുഡ് കൊണ്ടുവരല് നിർത്താമെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ എല്ലാവരും ഇപ്പൊ ഫുഡ് കഴിക്കാനിരിക്കുമ്പോ ജയന് ഒരു കോള് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര അർജന്റ് വർക്ക് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാതെ പാവം ആ ഒരു അച്ഛനെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവന് പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകാണ്. അവൻ നേരെ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാല് നമ്മളുടെ സുമന്റെയും സാഹിലിന്റെ വീട്ടിലേക്കാണ്. അശോക് ഒരു റിട്ടയർ ആർമി ഓഫീസർ ആയിരുന്നു. മോന ഒരു സ്കൂൾ ടീച്ചറും. നല്ല രീതിയിൽ തന്നെ ജയപ്രകാശും അവരോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. അവര് 4:30 പോയതെന്നും 7:30 റേഡിയോയിൽ പാടാനായിട്ട് പോയതാണ്. പക്ഷെ അവിടെ എത്തിയിട്ടില്ല എന്നും അറിയാണ്. ജയപ്രകാശ് അവരുടെ ഫോട്ടോ വാങ്ങി കൈ വെക്കുന്നുണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്വർണ്ണോ പൈസ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അവൻ ചോദിച്ചത് മോനക്ക് ഇഷ്ടപ്പെടുന്നില്ല. മോനെ വല്ലാതെ ചൂടാവാണ്. പക്ഷെ ജയപ്രകാശിന് അത് മനസ്സിലാവുന്നുണ്ട്. ഒരമ്മയുടെ വിഷം എന്തായിരിക്കും. അവരങ്ങനെ പോയതൊന്നല്ല, അവരെന്റെ മക്കളല്ലേ, എനിക്കറിയാം. അവർക്ക് വേറെ എന്തോ പറ്റിയതാണെന്നാണ് അവള് പറയുന്നത്. അശോക് പക്ഷെ നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആർമിക്കാരനല്ലേ, അതൊക്കെ അവരുടെ പ്രൊസീജിയേഴ്സ് ആണ്, നീ വിഷമിക്കേണ്ടെന്നാണ് അയാൾ പറയുന്നത്. പോകാൻ നേരത്ത് ജയപ്രകാശിനോട് മോന എങ്ങനെയെങ്കിലും എന്റെ മക്കളെ കണ്ടുപിടിച്ച് തരണമെന്ന് കൈ ഊപ്പിക്കൊണ്ട് പറയുന്നുണ്ട്. 2 പോലീസ് ഓഫീസർ ആ വീട്ടിൽ തന്നെ നിർത്താണ്. കാരണം ഇതൊരു കിഡ്നാപ്പ് കേസ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ കിഡ്നാപ്പ് ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ട് അവർ പൈസ ചോദിച്ച് വിളിക്കും. ആ ഒരു കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പോലീസ് ഓഫീസറെ അവിടെ നിർത്തിയത്. അശോക് പക്ഷെ എന്തു കൊടുക്കാനും തയ്യാറായിരുന്നു. എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം, അവരെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് മാത്രമാണ് അശോകിന്റെ മനസ്സിൽ. അങ്ങനെ ആ ജയപ്രകാശ് അവിടെ നിന്ന് പോകാൻ നേരത്താണ് അശോകിന് ഒരു കോള് വരുന്നത്. അശോകിനെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ ജയപ്രകാശ് ഹോസ്പിറ്റലിലേക്ക് പോകാണ്. നേരെ മോർച്ചറിയിലേക്ക് കയറുന്നുണ്ട്. പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഒരു മരിച്ച ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അശോക് അവിടേക്ക് വന്നിരിക്കുന്നത്. തന്റെ മക്കളാണോ എന്ന് അശോക് നോക്കുന്നുണ്ട്. പക്ഷെ അത് മക്കളായിരുന്നില്ല. അവനക്ക് അതുകൊണ്ട് ഇത്തിരി ആശ്വാസമാവുന്നുണ്ട്. ഇപ്പൊ രാജുവിനെയും ബാബുവിനെയാണ് കാണിക്കുന്നത്. അവര് ആ ഒരു കൂട്ടുവിട്ട് അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. രാജു ഭയങ്കര നിരാശയിലായിരുന്നു. കാരണം ഇന്നാകെ അവനിക്ക് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് 6 രൂപ മാത്രമായിരുന്നു. അതുകൊണ്ട് ബാബുവിനോട് രാജു ചൂടാവുന്നുണ്ട്. എലിനെ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേലും കൂടുതൽ പൈസ കിട്ടും, ഞാൻ അതിന് പോകാന്ന് അവൻ പറഞ്ഞോണ്ട് തന്നെ ദേഷ്യം വന്ന ബാബു എന്നാ നീ പൊക്കോളാനാണ് പറയുന്നത്. രാജുവും അവന്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുമ്പോ അവസാനമായിട്ട് എന്റെ കൂടെ ഡിന്നർ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഡിന്നർ കഴിക്കാണ്. ബാബു അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇനി ചെറിയ കളവൊന്നും ചെയ്യണ്ട, വലിയ വലിയ ക്രൈംസ് തന്നെ ചെയ്ത് വേഗം പണക്കാരനാകാന്ന്. രാജു അതിന് സമ്മതിക്കുന്നുണ്ട്. രാജു ശരിക്കും ഒരു പൊട്ടനായിരുന്നു. ബാബു എന്താണ് പറയുന്നത് അത് മാത്രം ചെയ്യാം, അതായിരുന്നു അവന്റെ കൺസെപ്റ്റ്. പോലീസുകാരിപ്പോ കിഡ്നാപ്പില് മുൻപന്തി നിൽക്കുന്ന ഒരാളെ പോയി പിടിച്ച് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കിഡ്നാപ്പ് ചെയ്യുന്ന പെൺകുട്ടികളെ എല്ലാം വിദേശത്ത് കയറ്റി അയക്കാണെന്നും അവരെ കിഡ്നാപ്പ് ചെയ്ത ഉടനെ ഒരു കാടിനടുത്തുള്ള സ്ഥലത്താണ് വെക്കാറുള്ളത്, അവിടെ പോയി നോക്കിയാൽ മതി എന്നല്ല പോലീസുകാരോട് ഇവൻ പറഞ്ഞതുകൊണ്ട് തന്നെ അയാളെ വിട്ടയക്കുന്നുണ്ട്. പക്ഷെ അയാളായിരുന്നില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പോലീസുകാരെല്ലാവരും ആ ഒരു കാട്ടിലേക്ക് പോകാൻ വേണ്ടി ഗണ്ണെല്ലാം ഒപ്പിട്ട് വാങ്ങുന്നുണ്ട്. അങ്ങനെ അവരെല്ലാ പ്രിപ്പറേഷനോടും കൂടി ആ ഒരു കാട്ടിലേക്ക് പോവാണ്. ഇപ്പൊ 8 ദിവസം മുന്നാണ് കാണിക്കുന്നത്. രാജുവും ബാബുവും തന്നെ വലിയ ക്രൈംസ് ആണല്ലോ അവര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവര് വണ്ടി മോഷ്ടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജു ചെറിയ ചെറിയ വണ്ടികൾ കണ്ണിട്ടപ്പോ ബാബു ഒരു വലിയ വണ്ടിയുടെ വിൻഡോ ചില്ല് പൊട്ടിച്ചതിന് ശേഷം ആ ഒരു കാർ ഓപ്പൺ ചെയ്ത് അത് മോഷ്ടിച്ചു കൊണ്ട് പോവാണ്. അവൻ നേരെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ആളില്ല, അവിടെ കയറി മോഷ്ടിക്കാമെന്ന് അവര് തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോ അവിടെ ഒരു വയസ്സായ മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാളെ അവര് രണ്ടുപേരും കൂടി കെട്ടിയിടുന്നുണ്ട്. രാജു നേരെ പോയി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അവൻ വേറെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അവൻ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോഴാണ് ബാബുവിന്റെ സൗണ്ട് ഒന്നും അവിടെ കേൾക്കാത്തത് അവൻ ശ്രദ്ധിക്കുന്നത്. പുറത്തു പോയി നോക്കുമ്പോ ബാബുവിനെ അവിടെ കാണാനില്ല. ആ ഒരു വയസ്സായ മനുഷ്യൻ താഴെ കിടന്ന് രാജുവിന്റെ കാല് പിടിച്ച് വലിക്കാണ്. ആ സമയത്ത് രാജു പറയുന്നുണ്ട്, ഞാൻ ഇതിൽ ഒരാളും അല്ല, എല്ലാം പ്ലാൻ ചെയ്തത് അവനാണ്, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ. അവസാനം ആ ഒരു വയസ്സായ മനുഷ്യനെ ചവിട്ടി ഒരു പ്രതിമയെ എടുത്ത് അവൻ അവിടെ നിന്ന് ഓടി കാറിലേക്ക് കയറാണ്. ബാബു ഓൾറെഡി ആ ഒരു കാറിൽ ഉണ്ടായിരുന്നു. നീ എന്താ കാണിച്ചേ, എന്താ ഇവിടെ വന്നിരിക്കുന്നേന്ന് രാജു ചോദിക്കുകയാണ്. കയ്യിലുള്ള പ്രതിമ ബാക്കി വെക്കാനായിട്ട് അവൻ പറഞ്ഞതും രാജു ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഒരു കുട്ടിയെ വായ കെട്ടിയിട്ടിരിക്കുന്നത് അവൻ കാണാണ്. ഇതെന്താന്ന് ചോദിക്കുകയാണ്. ഇവരൊക്കെ വലിയ പൈസക്കാരാണ്, അതുകൊണ്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ കിട്ടും, അങ്ങനെ ചെയ്യാമെന്നായിരുന്നു ബാബുവിന്റെ ഐഡിയ. എന്നാൽ രാജുവിന് ഇതിൽ വലിയ പേടിയായിരുന്നു. പോലീസ് എങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഇതിലില്ല, മോനെ ഇറങ്ങി പൊക്കോന്നാണ് അവൻ പറയുന്നത്.
പറയുന്നത്. എന്നാ ബാബു ഭയങ്കര ദേഷ്യത്തില് നീയും പോകില്ല അവനും പോകില്ല ഇവിടെ തന്നെ ഇരിക്കാനായിട്ട് പറയാണ്. അതുകൊണ്ട് രാജു കഥ അനുസരിക്കേണ്ടവരാണ്. പോലീസുകാർ ഇപ്പോ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും വലിയ മഴ പെയ്തതുകൊണ്ട് തന്നെ അവർക്കൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. ഡോഗ് സ്ക്വാഡ് വന്നാൽ തന്നെ മണപ്പിച്ച് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല, കാരണം നല്ല മഴയായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ പിറ്റേ ദിവസം രാവിലെ നോക്കാമെന്ന് കരുതി അവർ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. മോനെ അശോക് ഇപ്പൊ തന്റെ മക്കളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ അവരെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ എന്ന് അശോക് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അവർക്കൊന്നും പറ്റില്ല, അവിടെ തിരിച്ചു വരുന്ന മോനക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു ആട്ടിടയൻ ആടിനെ മേയ്ക്കാനായിട്ട് ആ ഒരു കാട്ടിലൂടെ പോകുമ്പോ അവൻക്ക് ചോര പുരണ്ട ഒരു ഷൂ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ട് ബോഡി അവൻ കാണുന്നത്. അത് നമ്മുടെ സുമന്റെയും സാഹിലിന്റെയും ആയിരുന്നു. അയാൾ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകാണ്. എസ് ഐ ജയപ്രകാശ് JP ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് 17 തരത്തില് ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തുന്നുണ്ട്. ഈ ഒരു സീൻ കണ്ടിട്ട് JPക്ക് തീരെ സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. വേറെ ഒരു പോലീസുകാരന്റെ മകളുടെ പ്രായം മാത്രമേ സുമൻ ഉണ്ടായിരുന്നുള്ളൂ. സുമന്റെ ഷാള് വേറെ ഒരു ഭാഗത്ത് നിന്ന് ചോരയിൽ പുരണ്ടുകൊണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബോഡി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചങ്ങ് നീങ്ങി സാഹിലിന്റെ വേറൊരു ഷൂവും കിട്ടാണ്. വേറെ ഒരു പോലീസുകാരന് ഒരു കാറിന്റെ മിറർ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും ഒരു ബൈക്കിന് ലിഫ്റ്റ് അടിച്ചു പോകുന്നത് ആരോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് കളർ സ്കൂട്ടി ആയിരുന്നു അതെന്ന് പോലീസുകാരെ അറിയുന്നുണ്ട്. SP ആ ഒരു സ്പോട്ടിലേക്ക് വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറയാണ്. ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഒക്കെ ആ ഒരു സ്പോട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും പോലീസുകാർ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് പോകാനായിട്ട് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അതിലൊരു ടോപ്പ് റിപ്പോർട്ടർ ആയിട്ടുള്ള ലേഡി ആയിരുന്നു നിസാർ. അവൾക്കും ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അശോകിന്റെ മകളാണോ അതെന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, വ്യക്തമായി പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് അവിടേക്ക് അശോക് വരുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന തന്റെ മക്കളെ കണ്ടതും അശോക് ഒച്ചത്തിൽ കരയാനായിട്ട് തുടങ്ങാണ്. ഇതുകൊണ്ട് തന്നെ മീഡിയക്കാർക്കും ആ കുട്ടികള് അശോകിന്റെ മക്കൾ തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഒരു റെഡ് കളർ സ്കൂട്ടിയിലാണ് ആ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ലിഫ്റ്റ് ചോദിച്ചു പോയതെന്ന് പോലീസുകാർക്ക് അറിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ റെഡ് കളർ സ്കൂട്ടി ഉള്ള എല്ലാവരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അവർക്കാകെ ഇടങ്ങേറാവാണ്. ഭാര്യ അപ്പളേ പറഞ്ഞതാണ് റെഡ് കളർ സ്കൂട്ടി എടുക്കണ്ടെന്ന്, വെറുതെ എടുത്തു എന്നൊക്കെ അവരിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു. ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. JPക്ക് അത് നോക്കിയിട്ട് ഒട്ടും തൃപ്തികരമല്ലായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു റെഡ് കളർ സ്കൂട്ടി ആരുടേതാണെന്ന് മനസ്സിലാവുന്നത്. അത് ബോധ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ ആയിരുന്നു. ആ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് തിരക്കിട്ട് പോകുന്ന സമയത്താണ് ഇവര് രണ്ടുപേരും ലിഫ്റ്റ് ചോദിച്ചത്. ആദ്യം അയാൾ കൊടുക്കാനൊന്നും മടിക്കുന്നുണ്ട്. ആ ഒരു ആൺകുട്ടി ഒരുപാട് കെഞ്ചുകൊണ്ട് തന്നെയാണ് അയാൾ ലിഫ്റ്റ് കൊടുത്തതെന്ന് പറയാം. റേഡിയോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് ഈ ഡോക്ടറോട് ആ രണ്ട് കുട്ടികൾ ചോദിച്ചിരുന്നു. പക്ഷെ അയാൾ അവിടെ വരെ പോകുന്നില്ല. അത് മാത്രമല്ല അയാൾക്ക് മെഡിക്കൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. പോലീസുകാർ അയാളെ സംശയിക്കുന്നുണ്ടെങ്കിലും അന്ന് രാത്രി 10 മണി വരെ അയാൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അതിനുള്ള തെളിവുകളെല്ലാം ഉണ്ട്. ഇപ്പൊ ആ ഒരു കുട്ടികൾ എവിടെയാണ് ഇറക്കി വിട്ടതെന്ന് അയാള് പോലീസുകാർക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. സാഹിലിന്റെ സുമന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബോഡിയിൽ നിന്ന് മണമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും മൂക്കുപൊത്തുന്നുണ്ട്. അമ്മ ഓടി വരുന്നുണ്ട്. തന്റെ മക്കളെ കണ്ട അമ്മയും മാനസിക നില തെറ്റിയവരെ പോലെ ഇതെന്റെ മക്കളല്ല, അശോക് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാന്ന്, ഇതെന്റെ മക്കളല്ല എല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ 6 ദിവസം മുന്നുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. ആ ഒരു ആൺകുട്ടിയെ കുമാറും രാജുവും കൂടി തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നല്ലോ. കുട്ടിയുടെ അച്ഛനെ വിളിച്ച് ഇത്ര ലക്ഷം രൂപ തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പൈസ കിട്ടുന്ന ഉറപ്പായതുകൊണ്ട് തന്നെ കുമാറും അവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടുത്തെ നേഴ്സുമാർക്കൊന്നും ഇവനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം അവന്റെ പെരുമാറ്റം അത്രയും മോശമാണ്. അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള മീന ഒരു നേഴ്സാണ്. നേഴ്സ് മീൻസ് വയസ്സായവരുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ ക്ലീൻ ചെയ്യുക, യൂറിൻ ഒക്കെ എടുത്ത് മാറ്റുക, അങ്ങനത്തെ ഒരു ജോലിയാണ് അവൾക്കുള്ളത്. ഈ കുമാർ അവളോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി ഇരിക്കാനായിട്ട് നോക്കാണ്. പക്ഷെ ഡോക്ടേഴ്സ് വരുമെന്ന് പറഞ്ഞ് അവൾ തട്ടി മാറ്റുന്നുണ്ട്. കുമാറിനൊട്ടും തന്നെ ഒരു പരിസര ബോധം ഉണ്ടായിരുന്നില്ല. അവനൊരു സൈക്കോയെ പോലെ ആയിരുന്നു. മീനയോട് രാത്രി റെഡിയായി നിൽക്കാനും പൈസ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒളിച്ചോടി പോകാമെന്നും പറയുന്നുണ്ട്. മീന അപ്പോഴും പേടിച്ചോണ്ട് നീ വേറെ വഴി കൂടെ ഒന്നല്ലല്ലോ പൈസ ഉണ്ടാക്കിയേ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അവനും നീ ധൈര്യമായിട്ട് എന്റെ കൂടെ വായോ, ഇനി ആരുടെയും വേസ്റ്റ് എടുക്കാനായിട്ട് നിൽക്കണ്ടെന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകാണ്. രാജു ആണ് ഇപ്പൊ ആ ഒരു കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. രാജോയോട് ആ ഒരു കുട്ടി ബാത്റൂമിൽ പോകണമെന്ന് പറയാണ്. അവിടെ ബാത്റൂം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ബാത്റൂമിൽ പോകാനായി ആ കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. രാജു ആ കുട്ടിയോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. തിരിഞ്ഞു നിൽക്കാനായിട്ട് പറഞ്ഞപ്പോ അവൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അവൻ കഥകളെല്ലാം പറഞ്ഞ് പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ആ കുട്ടി ഓടിപ്പോകുന്നതാണ് കാണുന്നത്. രാജുവും പിന്നാലെ പോയി ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ കുമാർ ചോദിച്ച പോലെ തന്നെ പൈസ അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. കുമാർ അത് എടുക്കാനായിട്ട് പോകുമ്പോഴേക്കും പോലീസുകാർ അവിടേക്ക് വരാണ്. അവർ അച്ഛൻ പോലീസുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവനും എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. ഇപ്പൊ പ്രസന്റിലാണ് കാണിക്കുന്നത്. ഫോറൻസിക്
ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ JP പോകുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. ഈ കുട്ടികളുടെ ശരീരത്തിലുള്ള മുറിവുകൾ എന്തോ ഒരു മൂർച്ചയേറിയ വാള് പോലത്തെ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും ഭയങ്കര ആഴത്തിൽ അത് മുറിഞ്ഞിട്ടുണ്ടെന്നും ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്. അത് മാത്രല്ല സുമൻ മരിച്ചിരിക്കുന്നത് തലക്കടി കൊണ്ടിട്ടായിരുന്നു. ഫിസിക്കലി വേറെ എന്തൊക്കെ അവളെ ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് അറിയിക്കാമെന്നും പറയുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു മിറർ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു പച്ച കളർ കാറിന്റെ ആണെന്ന് JPക്ക് മനസ്സിലാവുന്നുണ്ട്. അവര് പച്ച കളർ കാറിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് SP അവനെ വിളിപ്പിക്കുകയാണ്. പോയി നോക്കുമ്പോൾ SPയുടെ അടുത്ത് അവന്റെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ ഇവന്റെ കാര്യത്തിൽ വലിയ ടെൻഷനാണ്. അവൻ കൃത്യസമയത്ത് ഫുഡ് കഴിക്കാത്തതും ഉറങ്ങാത്തതും ഒക്കെ ആലോചിച്ചിട്ട് SP ഇവന്റെ അച്ഛനും തമ്മിൽ നല്ല കമ്പനിയായിരുന്നു. SPയോട് അവന്റെ അച്ഛൻ എന്തോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പോരാത്തന്നെ ഈ അച്ഛൻ ഫുഡ് ഉണ്ടാക്കി വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ പോയതിനു ശേഷം SP JPയോട് പറയാണ് ഈ കേസ് നാളെ ഇൻസ്പെക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇൻസ്പെക്ടർ കൗശൻ നാളെ വരും. നീ ഇനി മുതൽ ഈ ഒരു കേസ് അന്വേഷിക്കണ്ട. നീ നിന്റെ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യി. ഈ കാര്യങ്ങളൊക്കെ വിട്ടേക്കാൻ. അപ്പൊ തന്നെ JPക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് തന്നെ ഈ ഒരു കേസിൽ നിന്ന് മാറ്റിയതെന്ന്. അവൻ ആകെ നിരാശപ്പെടുന്നുണ്ട്. വീണ്ടും 6 ദിവസം മുന്നുള്ള ആ ഒരു കാര്യമാണ് കാണിക്കുന്നത്. രാജു ഇപ്പൊ ആ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ദേഷ്യത്തോടുകൂടിയാണ് കുമാർ അവിടേക്ക് വരുന്നത്. കുമാർ ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു കുട്ടിയെ കൊല്ലാനായിട്ട് പോകുമ്പോൾ രാജു അതിന് സമ്മതിക്കുന്നില്ല. ഉറപ്പായിട്ടും ഞാൻ ഇതിന് സമ്മതിക്കില്ല. നീ ഒരിക്കലും ഇത് ചെയ്യരുത്. ആ കുട്ടിയെ എന്റെ മകനെ പോലെയാണ് ഞാൻ കാണുന്നതെന്നെല്ലാം രാജു പറയാണ്. അങ്ങനെ അവർക്ക് ഇടയിൽ ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് രാജു കുമാറിന്റെ കഴുത്ത് പിടിച്ച് നിരിക്കുന്നോണ്ട് തന്നെ ആ കുട്ടിയെ കൊല്ലില്ലാന്ന് ഉറപ്പ് കൊടുക്കാണ്. അങ്ങനെ ഉറപ്പ് കൊടുത്തതുകൊണ്ട് രാജു കഴുത്തിൽ നിന്ന് വിടുന്നുമുണ്ട്. പക്ഷെ ആ കുട്ടി പേടിച്ചോണ്ട് ഒച്ച എടുക്കുന്നുണ്ടായിരുന്നു. കുമാർ ആ കുട്ടിയോട് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലോ ആ കുട്ടി മിണ്ടാതിരിക്കാത്തതുകൊണ്ട് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയ കുമാറും ആ കുട്ടിയെ അവിടെ വെച്ച് കുത്തിക്കൊല്ലുന്നുണ്ട്. ഇത് കണ്ട് രാജു ആകെ ഷോക്കായി അവിടെ ഇരിക്കുകയാണ്. ആ കുട്ടിയെ കൊല്ലണമെന്ന് രാജു ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുമാർ രാജുവിനോട് ബാ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാ, എനിക്ക് പറ്റിപ്പോയതാണ്, ആ ദേഷ്യത്തിൽ ചെയ്തു പോയതാണെന്നെല്ലാം പറയാണ്. മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നിസാർ ഉണ്ടല്ലോ, അവള് 24 hours എന്ന് പറഞ്ഞ രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി വന്ന് പറയുന്നുണ്ട് മാഡം വേഗം പൊക്കോ, ഇനി ഡ്യൂട്ടിക്ക് വരേണ്ട സമയം അടുത്തു, എന്തിനാ ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്നതെന്ന്. അങ്ങനെ നിസാർ അവിടെ നിന്ന് പോകാണ്. അവളുടെ മനസ്സിൽ മുഴുവൻ ആ ഒരു കുട്ടികളെ കുറിച്ച് തന്നെയായിരുന്നു. അത്രയും ക്രൂരമായിട്ടാണല്ലോ അവരെ കൊന്നു കളഞ്ഞത്. അവൾ അവളുടെ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് SI ജയപ്രകാശ് അവിടെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. സംഭവം അവര് ലവേഴ്സ് ആണ്, അവര് തമ്മിൽ സ്നേഹിക്കുന്നുണ്ട്. ഈ കേസിൽ നിന്ന് മാറ്റാൻ പോകുന്ന വിഷമമല്ല JP നിസാറിനോട് പറയുന്നുണ്ട്. അവളും അവനെ സമാധാനിപ്പിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടി ഉണ്ടല്ലോ, ഇന്നത്തെ രാത്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാന്ന് നിസാർ പറഞ്ഞതുകൊണ്ട് തന്നെ SP അത് തന്നെ വിചാരിക്കുകയാണ്. ഇന്നൊരു ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ കണ്ടുപിടിക്കണം എന്ന് കരുതിയ അവനും നിസാറിനൊരു ഉമ്മയും കൊടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ നേരെ പോകുന്നത് ഈ ബോഡി കണ്ടെത്തിയ ആ ഒരു കാട്ടിലേക്കാണ്. റേഡിയോയിലൊക്കെ ഇപ്പൊ ആ ഒരു ന്യൂസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോനക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ്. അവള് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റേഡിയോയിൽ അത് കേൾക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആൻസർ ഷീറ്റ് വാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. JP ആ ഒരു കാട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരാളെ കാണുന്നുണ്ട്. ആരാണെന്ന് അടുത്ത് പോയി നോക്കുമ്പോഴാണ് അത് അശോക് ആയിരുന്നു. അശോക് ഒരുപാട് കുടിച്ചിട്ടുണ്ട്. തന്റെ മകൻ സാഹിലിന് ഇരുട്ട് പേടിയാണെന്നും അവൻ ഈ ഇരുട്ടത്തല്ലേ അവര് കൊണ്ടുവന്ന് കൊന്നതെന്നല്ല അശോക് പെറുപെറുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അവൻ പോകാണ്. അവരുടെ ബോഡിയിലെല്ലാം വലിച്ചഴിച്ച് കൊണ്ടുവന്നതിന്റെ പാടുണ്ടായിരുന്നു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു സ്പോട്ടിൽ വെച്ചായിരിക്കില്ല അവരെ കൊല ചെയ്തിരിക്കുന്നത്. മിക്കവാറും വേറെ എവിടെയെങ്കിലും കൊന്നിട്ട് അവരവിടേക്ക് വലിച്ചു കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും. JPയും അവിടെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 6 ദിവസം മുന്നേ കുട്ടിയെ കൊന്നതിന് ശേഷം കുമാറും രാജുവും ഒരു ട്രെയിനിൽ കയറി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രാജുവിന്റെ മുഖത്ത് ഇപ്പോഴും നിരാശ തന്നെയായിരുന്നു. കുമാറിനോട് അവൻ ഒട്ടും തന്നെ മിണ്ടുന്നില്ല. JP അങ്ങനെ പോകുന്ന വഴിക്ക് അവന്റെ വണ്ടിയുടെ മുന്നിൽ ഒരു കാള വട്ടം ചാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിലേക്ക് അവനെ ഒതുക്കി നിർത്താണ്. അങ്ങനെ അവൻ നോക്കുമ്പോഴാണ് അവിടെ താഴെ ഒരു കാട്ടിനുള്ളിലായിട്ട് ഒരു കാർ അവൻ കണ്ടെത്തുന്നത്. ആ കാറിന്റെ ഡോർ ഓപ്പൺ ആയി കിടക്കായിരുന്നു. ആ കുട്ടികളെ കൊണ്ടുവന്ന കാർ ആയിരിക്കും അതെന്ന് അവനും കരുതുന്നുണ്ട്. ഇതൊരു വെബ് സീരീസ് ആണ്. മൊത്തം 8 എപ്പിസോഡ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡ്സ് വഴിയെ വരൂട്ടാ. താങ്ക് യു.